എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിൽ എല്ലാ ദിവസവും വൈകുന്നേരം നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, അതേപോലെ ഫിൻ നിഫ്റ്റി, മിഡ് ക്യാപ് നിഫ്റ്റി തുടങ്ങിയ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലൈസ്, അതുപോലെ ഇൻട്രാഡേയിൽ അവ എങ്ങനെയൊക്കെ നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്, അവസരങ്ങളുണ്ട് എന്നുള്ളതും, കഴിഞ്ഞ ദിവസം നമ്മൾ ഇതേപോലെ പറഞ്ഞത് വല്ലതും ഇന്ന് നടന്നോ, ഇല്ല ഇനി നാളെ മാർക്കറ്റ് എങ്ങനെയൊക്കെയാണ് ട്രേഡ് ചെയ്യാനുള്ള സാധ്യത, നമ്മളിന്ന് പ്രോഫിറ്റിലാണോ ലോസിലാണോ, ഇനി വരും ദിവസങ്ങളിൽ മാർക്കറ്റ് വീണ്ടും ബുള്ളിഷ്നെസ്സിലേക്കാണോ പോകുന്നത്, ഇല്ല ബാരിഷ്നെസ്സിലേക്ക് തിരിച്ചു വരുമോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ഇന്ന് സത്യം പറഞ്ഞാൽ വീഡിയോ ചെയ്യാനുള്ള ഒരു മൂഡിലില്ല. പക്ഷേ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലെ സബ്സ്ക്രൈബേഴ്സ്, ഐ റെസ്പെക്റ്റഡ് ദം. ശരിക്കും അവരാണ് നമ്മുടെ ശക്തി. 1-2 പേര് വളരെ പോസിറ്റീവായ മെസ്സേജ് അയച്ചപ്പോൾ ശരി, നമ്മൾ ഒരിക്കലും അതായത് നമ്മൾ ഒരിക്കലും ഡൗൺ ആവാൻ പാടില്ല. ഒരു മെൻറ്റർ എന്നുള്ള നിലയിൽ ഡൗൺ ആവാൻ പാടില്ല. വിജയങ്ങളും പരാജയങ്ങളും ഒക്കെ എല്ലാവർക്കും സംഭവിക്കാവുന്നതാണ്. കാരണം ഇന്ന് ഞാൻ വളരെയധികം ഒരു മൂഡ് ഓഫ് ആയത്, ഇന്ന് നമ്മുടെ ചാനലിലേക്ക് കുറച്ചധികം പുതിയ ആളുകൾ കയറി വന്നിട്ടുണ്ട്. അത് എന്തായിരിക്കും അവരുടെ നമുക്ക് തന്ന ആ സബ്സ്ക്രിപ്ഷൻ ഫീല്, അവർ നിരാശരാവുന്നുണ്ടോ എന്നുള്ള ഒരു തിങ്കിങ്, ഒരു ചിന്ത നമ്മളെ വല്ലാതെ, സത്യത്തിൽ അതുകൊണ്ടായിരിക്കാം ഒരു മൂഡ് ഓഫ് ആയത്. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ പഴയ മെമ്പേഴ്സ് അയച്ചു തന്ന, അവർ എനിക്ക് വിട്ട ആ വോയിസ് ഞാൻ ആ പബ്ലിക് ഗ്രൂപ്പിലും അതുപോലെ നമ്മുടെ മറ്റുള്ള ഗ്രൂപ്പുകളിലൊക്കെ ഇട്ടപ്പോൾ ഒരു സമാധാനം. ഓക്കെ, അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ പ്രോഫിറ്റിലേക്ക് എത്തിക്കൊള്ളണമെന്നില്ല. ഇന്ന് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹൈ വോളറ്റൈലിറ്റി തന്നെയായിരുന്നു. അത് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ തന്നെ കാണാൻ കഴിയും. മാർക്കറ്റ് പൊതുവേ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഗ്യാപ്പ് അപ്പിലാണ്, ഒരു ഹൈ ഗ്യാപ്പ്. ഇന്ന് രാവിലെ ഇൻട്രാഡേ സജഷൻ ചെയ്ത വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം 24,250 ഇന്ന് പോകുമെന്നുള്ളത്. പക്ഷേ നിഫ്റ്റി ഇന്ന് 24,050 അതിന് മുകളിൽ 24,337 ഹൈ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല റിക്കവറി മോഡിലാണ് നിഫ്റ്റി ഉള്ളത്. അതുതന്നെയാണ് 2 ദിവസമായിട്ട് നമ്മൾ വീഡിയോകളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മാർക്കറ്റ് ഡൗൺ സൈഡ് അല്ല, നമ്മുടെ മാർക്കറ്റ് ഒരു ബുള്ളിഷ്നെസ് തന്നെയാണുള്ളത്, ഒരു അപ് ട്രെൻഡിലാണുള്ളത്. ബുള്ളിഷ്നെസ് അല്ല, ഒരു അപ് ട്രെൻഡിലാണുള്ളത്. പക്ഷേ ചില വേൾഡ് ഇഷ്യൂസിൻ്റെ, ഗ്ലോബൽ ഇഷ്യൂസ് കാരണം കൊണ്ട് നമ്മുടെ മാർക്കറ്റും അതിനൊപ്പം ചെറുതായി താഴേക്ക് പോയി എന്നുള്ളൂ. അതുകൊണ്ടാണ് ഫസ്റ്റ് ദിവസം തന്നെ ഈ നെഗറ്റീവ് വന്നപ്പോൾ ഞാൻ ജനറൽ ഗ്രൂപ്പിലും നമ്മുടെ മറ്റുള്ള ഗ്രൂപ്പുകളിലൊക്കെ ഒരു വോയിസ് വിട്ടിരുന്നു. ഇത് ജസ്റ്റ് ഒരു ഡൗൺ ആണ്, ആരും പാനിക്കായിട്ട് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലുള്ള സ്റ്റോക്കുകൾ, പൊസിഷൻ നിങ്ങൾ സെൽ ചെയ്യേണ്ട, എക്സിറ്റ് അടിക്കേണ്ട, അത് ഹോൾഡ് ചെയ്യുക, തിരിച്ച് കയറും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതല്ലേ, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഇന്നിപ്പോൾ ഈ 3-ാമത്തെ ദിവസം, ഇപ്പോൾ ഈ ഫസ്റ്റ് ദിവസത്തെ അപേക്ഷിച്ച് ഇന്നത്തെ നോക്കൂ, ഇത് 23,900 വന്നു. ഇന്ന് നോക്കൂ എത്രയിലാണ് നിൽക്കുന്നത്, 24,297, ഏകദേശം 450 പോയിൻറ്റിൻ്റെ 400 പോയിൻറ്റോളം അപ്പ് സൈഡിലേക്ക് വന്നു അല്ലേ. ഓക്കെ, അപ്പോൾ ഇനി കൂടുതൽ സംസാരിച്ച് സമയം കളയുന്നില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഞങ്ങളോടൊപ്പം ചേർന്ന് ട്രേഡിംഗ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, അതുപോലെ കറക്റ്റ് ഫോളോ ചെയ്യണം. എക്സാമ്പിൾ ഞാനൊരു കാര്യം പറയാം. ഒരു സിഗ്നൽ നിങ്ങളോട് പറയുകയാണ്. ഇപ്പോൾ ഇത് ബാങ്ക് നിഫ്റ്റി 50,119 50,200 ഒരു സ്ട്രൈക്ക് തന്നിട്ട് നിങ്ങളോട് പുട്ട് സൈഡ് ഒരു 300 രൂപയ്ക്ക് എടുക്കാൻ പറയുന്നു, ഒരു 250 സ്റ്റോപ്പ് ലോസ് വെക്കാൻ പറയുന്നു, ഒരു 350 ടാർഗറ്റ് വെക്കാൻ പറയുന്നു. അത് നമ്മുടെ നിർഭാഗ്യവശാൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും അതിനെ ഹോൾഡ് ചെയ്യരുത്. പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്, ബിഗിനേഴ്സാണ് ഇന്നിപ്പോൾ മാർക്കറ്റിലേക്ക് കൂടുതലും കയറി വരുന്നത്. അവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വാക്കുകളാണിത്. നിങ്ങൾ ഒരിക്കലും സ്റ്റോപ്പ് ലോസ് ഹിറ്റായി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്നും നിങ്ങൾ അത് ഹോൾഡ് ചെയ്യരുത്. സ്റ്റോപ്പ് ലോസ് ഹിറ്റായി കഴിഞ്ഞാൽ പിന്നെ അവിടെ എക്സിറ്റ്. ഓക്കെ, അതിനുശേഷം നിങ്ങൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ സ്ട്രൈക്കിനെ തന്നെ നിങ്ങൾ മറ്റുള്ള ഗ്രൂപ്പിൽ വരുന്ന മറ്റു സജഷനുകൾ വാച്ച് ചെയ്യാതെയോ അല്ലെങ്കിൽ അതിൽ നിങ്ങൾ അധികം കോൺസെൻട്രേഷൻ ചെയ്യാതെയോ ഇരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതുപോലെ മറ്റുള്ള സിഗ്നലുകൾ ഗ്രൂപ്പിൽ വരാതിരിക്കുകയോ ചെയ്താൽ, നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക്
സ്റ്റോപ്പ് ലോസ് ഹിറ്റായി കഴിഞ്ഞാൽ ആ സ്ട്രൈക്കിനെ വാച്ച് ചെയ്യുക എന്നുള്ളതാണ്. അത് എപ്പോൾ 300 രൂപയിലേക്ക് എത്തുന്നു അപ്പോൾ നിങ്ങൾക്ക് റീ എൻട്രി എടുക്കാം. ഒരു പക്ഷേ അത് ചിലപ്പോൾ ചെറുതായിട്ട് താഴെ വന്നേക്കാം, ഒരു 10-15 പോയിൻ്റ് താഴെ വന്ന് വീണ്ടും മുകളിലേക്ക് പോയേക്കാം. അതിന് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ താഴെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി കഴിഞ്ഞിട്ട് തിരിച്ച് കയറുന്ന സമയത്ത് ഇത് സ്റ്റേബിൾ ആവുന്നുണ്ടോ നോക്കുക. 300 സ്റ്റേബിൾ ആവുന്നുണ്ടോ, അതോ 300 ടച്ച് ചെയ്തിട്ട് വീണ്ടും താഴത്തേക്കാണോ പോകുന്നത് എന്നൊരു 5 സെക്കൻഡ് 10 സെക്കൻഡ് വാച്ച് ചെയ്തതിന് ശേഷം 300 എടുത്ത് പോയാൽ മതി. അപ്പോൾ ഒന്നുകൂടെ സെക്യൂർ ആയല്ലോ. അങ്ങനെ ഇനിയിപ്പോൾ ജസ്റ്റ് അഥവാ വീണ്ടും അത് താഴേക്ക് തന്നെ വന്നാൽ വീണ്ടും SL ഹിറ്റായേക്കാം, ആയിക്കോട്ടെ, വീണ്ടും അത് തന്നെ ചെയ്യുക. മൂന്നാമത് ചെയ്യുന്ന സമയത്ത് ക്വാണ്ടിറ്റിയുടെ അല്ലെങ്കിൽ ലോട്ട് സൈസ് ലോട്ടിൻ്റെ എണ്ണം കൂട്ടുക. അപ്പോൾ നമുക്ക് പോയത് സ്റ്റോപ്പ് ലോസ് അടിച്ച് ലോസായത് മുഴുവൻ റിക്കവർ ആവും. അങ്ങനെയാണ് സാധാരണ രീതിയിൽ നമുക്ക് പ്രോഫിറ്റിലേക്ക് തിരിച്ചു വരാൻ പറ്റുകയുള്ളൂ. അതിന് നിങ്ങൾ ഞങ്ങളുടെ റൂൾസ് ആൻഡ് ഗൈഡൻസ് കറക്റ്റായി വായിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാതിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. അതായത് ഒരു ചൊല്ലുണ്ട്, അമ്മയ്ക്ക് കൊടുക്കരുത്, അച്ഛന് കൊടുക്കണം, ഗുരുവിനെ കുത്തണം. അതായത് അത് ശരിയാണെന്ന് എനിക്ക് ശരിക്കും ഓർമ്മ. ഗുരുവിനെ കുത്തണം എന്നുള്ളത് വളരെ കറക്റ്റ് തന്നെയാണ്. അമ്മയ്ക്ക് കൊടുക്കരുത്, അച്ഛനും കൊടുക്കണം എന്നുള്ളത് ആ വേർഡ് തന്നെയാണോ എന്നുള്ളത് ഞാൻ വളരെ കാലം മുമ്പ് പഠിച്ച് വെച്ച കുറച്ച് സാഹിത്യങ്ങളൊക്കെ എഴുതുന്ന കാലത്തുണ്ടായിരുന്ന കാര്യങ്ങളാണ് ഒക്കെ. അതായത് അമ്മയ്ക്ക് കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ അമ്മയ്ക്ക് കൊടുക്കരുത്, അമ്മയ്ക്ക് നമ്മളിൽ നിന്ന് എടുക്കാനുള്ള അനുവാദം പൂർണ്ണമായി കൊടുക്കണം. അച്ഛന് കൊടുക്കണം എന്ന് പറയുമ്പോൾ അച്ഛനെ എടുക്കാൻ അനുവദിക്കരുത്, അച്ഛനെല്ലാം അടിച്ചിട്ട് പോകും. അതുകൊണ്ട് അച്ഛന് നമ്മൾ കൊടുക്കണം, അച്ഛന് നമ്മളായിട്ട് നമ്മളെ കൈകൊണ്ട് അച്ഛന് കൊടുക്കണം. അതേപോലെ ഗുരുവിനെ കുത്തണം എന്ന് പറഞ്ഞാൽ ഗുരുവിനെ കൊല്ലണമെന്നല്ല, ഗുരുവിനെ കുത്തി സംശയങ്ങൾ ചോദിക്കണം. എങ്കിൽ മാത്രമേ ആ സംശയങ്ങൾ തീർത്ത് ഗുരു നിങ്ങളെ പൂർണ്ണ ജ്ഞാനത്തിലേക്ക് എത്തിക്കുകയുള്ളൂ. ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ സംശയങ്ങളുടെ ഇമോജി മാത്രം ആഡ് ചെയ്യാതെ നേരിട്ട് വന്ന് ചോദിക്കുക. നമ്മുടെ പേഴ്സണലിൽ വന്നിട്ട് എപ്പോൾ വേണമെങ്കിലും ചോദിക്കുക എന്നുള്ളത് ഞാൻ എപ്പോഴും അലോഡ് തന്നാണല്ലോ. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നലെ പറഞ്ഞ നമ്മുടെ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിച്ചത് 1 ഡേ ടൈം ഫ്രെയിമിലേക്ക് മാറ്റുന്നുണ്ട്. ഇന്നലെ കൊടുത്ത ലോവും ഹൈയും ബ്രേക്ക് ചെയ്തിട്ടില്ല നമുക്ക്. അതുകൊണ്ട് തന്നെ ഇന്ന് ശരിക്കും നിഫ്റ്റിയിലൊന്നും ഇന്ന് ട്രേഡ് എടുക്കാൻ പാടില്ല. നോക്കൂ, ഫുൾ സൈഡ് വേണ്. മാത്രമല്ല ട്രേഡർമാരുടെ പണം കളയുന്ന സൈഡ് വേ ആയിരുന്നു ഇന്ന്. അതാണ് ഏറ്റവും ശ്രദ്ധേയമെന്ന് പറയുന്നത്. നമുക്ക് ഇത് അപ്പ് സൈഡും എൻട്രി ലഭിച്ചിട്ടില്ല, ഡൗൺ സൈഡും പ്രോപ്പറായ എൻട്രി ലഭിച്ചിട്ടില്ല. പിന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? നമ്മൾ പിന്നീട് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്കാൽപ്പിംഗ് ആണ്. സ്കാൽപ്പിങ്ങിലൂടെ തന്നെ ഇന്നിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റാണ്. കാരണം ഞാൻ ഗ്രൂപ്പിൽ കൊടുക്കുന്ന അതേ സിഗ്നലുകൾ തന്നെയാണ് ഞാനും ട്രേഡ് ചെയ്യുന്നത്. ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മുടെ മെമ്പേഴ്സിന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഏതായിരുന്നാലും നാളെ നമുക്ക് ട്രേഡ് ചെയ്യാൻ 24,382 മുകളിൽ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റിയിൽ പ്രോപ്പറായ ഒരു എൻട്രി എടുത്ത് പോകാം. ഓക്കെ, നാളെ എക്സ്പയറി ഡേയാണ്, ഹൈ വോളറ്റിലിറ്റി ഉണ്ടാവും. പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ സ്റ്റോപ്പ് ലോസിനെ മൈനസ് ചെയ്യുക. മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, പലർക്കും ഒരു സംശയമാണ്. ഇപ്പോൾ നമ്മളൊരു സിഗ്നൽ കൊടുക്കുമ്പോൾ ഒരു 100 ടാർഗറ്റ്, 150 സെക്കൻഡ് ടാർഗറ്റ്, 200 തേർഡ് ടാർഗറ്റ്, അങ്ങനെ ടാർഗറ്റുകൾ ഒരു ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഒക്കെ ഉണ്ടാവുമല്ലോ. അത് എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ എപ്പോഴും ഫസ്റ്റ് ടാർഗറ്റിൽ ബുക്ക് ചെയ്തിറങ്ങാൻ ശ്രമിക്കുക. അത് എപ്പോൾ മാർക്കറ്റിന് ഫാസ്റ്റ്നെസ് മൂവിങ് ഇല്ല, ഫാസ്റ്റ് മൂവിങ് നമ്മളെടുത്ത സ്ട്രൈക്കിന് ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് ഈ ബാലികേറ മല പോലെ പോയി ടച്ച് ചെയ്യുമ്പോൾ നമ്മൾ അത് പിന്നീട് അതിനെ ഹോൾഡ് ചെയ്തിരിക്കുന്ന ഉചിതമല്ലല്ലോ. അപ്പോൾ നമ്മൾ ആ ഫസ്റ്റ് ടാർഗറ്റ് കിട്ടിയത് ലാഭം എന്ന ചിന്തയിൽ പെട്ടെന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിറങ്ങണം. അതേസമയം ഒരു ഫാസ്റ്റ് മൂവിങ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നതെങ്കിൽ ഹോൾഡ് ചെയ്ത് സെക്കൻഡ് ടാർഗറ്റിനായിട്ട് വെയിറ്റ് ചെയ്യാം. ഫസ്റ്റ് ടാർഗറ്റിൽ നമ്മൾ ബുക്ക് ചെയ്തു, ഇത് പതുക്കെ മെല്ലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ടാർഗറ്റിൽ ബുക്ക് ചെയ്തിറങ്ങി, അത് പിന്നീട് താഴെ തന്നെ വന്നു, നമ്മൾ പ്രതീക്ഷിച്ച പോലെ താഴെ വന്ന് തിരിച്ച് കയറുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് എവിടെയാണോ ബുക്ക് ചെയ്തത് അവിടേക്ക് എത്തുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വീണ്ടും നമുക്ക് എൻട്രി എടുത്ത് പോകാം. അവിടെ നിന്നും വീണ്ടും നമുക്ക് എൻട്രി എടുത്ത് പോയി സെക്കൻഡ് ടാർഗറ്റ് വരെ വെയിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് വീണ്ടും ടച്ച് ചെയ്ത് കുറച്ച് താഴെ വന്നതിന് ശേഷം വീണ്ടും നമുക്ക് മേലേക്ക് എടുത്ത് പോകാം. അതൊക്കെ സെക്യൂറാണ്. ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ ഒരുപാട് മനസ്സിലാക്കാനുണ്ട് പ്രത്യേകിച്ച്. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയിൽ 24,383 മുകളിൽ ഒരു പ്രോപ്പറായ എൻട്രി എടുത്ത് പോകാം.
താഴെ 23,965 ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് താഴേക്കും എടുത്തു വരാം. അതിനേക്കാളും ഒന്നും കൂടെ സെക്യൂർ ആയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ട, 23,965 താഴെ തന്നെ നമുക്ക് എടുത്തു പോകാവുന്നതാണ്. അതേപോലെ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞ 50,770 ഒരു അപ്സൈഡ് എൻട്രി പറഞ്ഞത്. കണ്ടോ, അത് ഇന്ന് ക്രോസ് ചെയ്തിട്ടില്ല. താഴെ 49,750 പറഞ്ഞത്. അതും കണ്ടോ ക്രോസ് ചെയ്തിട്ടില്ല, ക്രോസ് ചെയ്തിട്ടില്ല. അത്രയും ഹ്യൂജ് സൈഡ് വരുന്നു. അപ്പോൾ നമുക്ക് ഇതിലൊന്നും ഒരിക്കലും ട്രേഡിംഗ് പറ്റിയ ദിവസമല്ല ഇന്ന്. പക്ഷേ നമ്മൾ ഈ ചാർട്ടിന് മുമ്പിൽ ഇരിക്കുമ്പോൾ എന്തെങ്കിലും പരിശ്രമങ്ങൾ നടത്തണമല്ലോ. നോക്കൂ ബാങ്ക് നിഫ്റ്റിയിലാണ് ഇത്. നേരെ താഴെ വന്നു, മുകളിൽ പോയി, വീണ്ടും താഴെ വന്നു, മുകളിൽ പോയി. ഇപ്പോൾ നമ്മളിവിടെ ഒരു W പാറ്റേൺ ഫോം ആയ പോലെ ഉണ്ട് അല്ലേ, 15 മിനിറ്റ് ക്യാൻഡലിൽ. എന്താ ചെയ്യുക ഒരു ട്രേഡർ, ടെക്നിക്കൽ അനാലിസ് ഒന്ന് ശ്രദ്ധിച്ചിട്ട് മേലേക്ക് എടുത്തു പോകും. പക്ഷേ മാർക്കറ്റ് എന്താണ് ചെയ്തത്? വീണ്ടും താഴേക്ക് വന്നു, വീണ്ടും ഒരു സിങ് ക്രിയേറ്റ് ചെയ്തു, വീണ്ടും ചെറുതായിട്ട് വന്നു, അവസാന നിമിഷത്തിൽ മുകളിലേക്ക്. പക്ഷേ ഓപ്പൺ ഇൻട്രസ്റ്റ് പ്രകാരം അത് അപ്സൈഡ് തന്നെയാണ് എന്നുള്ളത് ഉറപ്പായിരുന്നു. അപ്സൈഡ് തന്നെയാണ് എന്നുള്ളതിന് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെയും ഡാറ്റ പ്രകാരം പറഞ്ഞിട്ടുണ്ടായിരുന്നു 49,900 എന്നുള്ളത് ഒരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് തന്നെയാണ് നിന്നത്. 49,900 എന്നുള്ളൊരു സ്ട്രോങ് സപ്പോർട്ട് തന്നെയായിരുന്നു. പിന്നെ കുറച്ച് 49,900 താഴെ ചെറുതായിട്ട് വന്നു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ചെയ്യാനുള്ളത്, ഇപ്പോൾ സത്യത്തിൽ നമ്മുടെ മാർക്കറ്റ് ഒരു റിക്കവറി മോഡ് തന്നെയുള്ളത്. ഇവിടെ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ട്രെൻഡ് ഉണ്ട്, ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ, ഇതിന് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഇനി മുകളിലേക്ക് പോകാൻ ബാങ്ക് നിഫ്റ്റിക്ക് സാധ്യതയുള്ളൂ. ഈ ഒരു ഹൈ വാച്ച് ചെയ്യുക, 50,770 മുകളിൽ നമുക്ക് എൻട്രി എടുത്ത് പോകാം. അതിനുശേഷം നിങ്ങൾ ഇവിടെ ക്യാൻഡിൽ വരിക. ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട് 51,480. എന്നാലും നമുക്ക് കുഴപ്പമില്ല, അത്യാവശ്യം പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കഴിയും. 50,770 ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് മുകളിലേക്ക് ചാൻസ് ഉണ്ട്. ഏകദേശം നമുക്ക് ഇവിടെ ക്യാൻഡിൽ വരിക. നോക്കൂ, 500 പോയിൻറ്റിൻ്റെ ഒരു 400 പോയിൻ്റ് എന്തായാലും ക്യാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, താഴേക്ക് വരികയാണെങ്കിൽ 49,670 താഴെയും ബാങ്ക് നിഫ്റ്റിയിൽ എടുത്ത് വരാം. ഓക്കെ, അപ്പോൾ ഇനി ഫിൻ നിഫ്റ്റിയാണ്. ഫിൻ നിഫ്റ്റിയൊന്നും ഇന്ന് അനക്കമുണ്ടായിട്ടില്ല. ഫിൻ നിഫ്റ്റിയിലൊന്നും ഇന്ന് ട്രേഡേ എടുത്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്നലെ പറഞ്ഞ രീതിയിൽ തന്നെ 23,070 മുകളിൽ പോവുകയാണെങ്കിൽ മുകളിലേക്കും, താഴെ വരികയാണെങ്കിൽ 22,600, താഴെ വരികയാണെങ്കിൽ 22,600 താഴെയും നമുക്ക് ഫിൻ നിഫ്റ്റിയിൽ എടുത്ത് പോകാവുന്നതാണ്. മിഡ് ക്യാപ് നിഫ്റ്റിയിൽ ഇന്നലെ നമ്മൾ ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ഇന്നും ട്രെൻഡ് ലൈന് ഡിലീറ്റായി പോയിരിക്കണമെന്ന്. ട്രെൻഡ് ലൈനിന് മുകളിലാണ് ഇന്നലെ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മ ഉണ്ടാവില്ലെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയി കണ്ടാൽ മതി. അപ്പോൾ മുകളിലേക്ക് പോകാൻ തന്നെയാണ് ചാൻസ് എന്നുള്ളത്. അപ്പോൾ ഈ ട്രെൻഡ് ലൈന് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തുകൊണ്ട് മുകളിലേക്ക് പോകാൻ തന്നെയാണ് സാധ്യത എന്നാണല്ലോ നമ്മൾ നിരീക്ഷിക്കുക. അതിനനുസരിച്ച് തന്നെ നമുക്കത് മിഡ് ക്യാപ് നിഫ്റ്റി മുകളിലേക്ക് തന്നെയാണ് പോയത്. 12,575 വരെ പോയിട്ടുണ്ട്. 317 പോയിൻ്റ് പോസിറ്റീവിലാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 12,566. അപ്പോൾ ഒരു ലെവലേശം പോലും അത് താഴേക്ക് വരാൻ കൂട്ടാക്കിയില്ല എന്നുള്ളതാണ് ഫിൻ നിഫ്റ്റി. അപ്പോൾ ഇനി നമുക്ക് നാളെ ഫിൻ നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യാമെന്ന് പറയുമ്പോൾ ഈ ട്രെൻഡ് ലൈനായി നമുക്ക് വീണ്ടും സപ്പോർട്ടായിട്ട് മാറും. ഓക്കെ, നാളെ നമുക്ക് ഈ ഒരു 12,350 താഴെ വരികയാണെങ്കിൽ താഴേക്കും 12,570 മുകളിലേക്ക് അപ്സൈഡും നമുക്ക് എടുത്ത് പോകാവുന്നതാണ്. മിഡ് ക്യാപ്റ്റൻ ഇങ്ങനെയാണ്. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഒരുപാട് മെമ്പേഴ്സ് പേഴ്സണലി സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. പലർക്കും ചിലപ്പോൾ നമുക്ക് ആ കറൻറ്റ് ടൈമിൽ തന്നെ റിപ്ലൈ തരാൻ പറ്റിയെന്ന് വരില്ല. എന്നിരുന്നാലും ടൈമിനനുസരിച്ച് തീർച്ചയായും നിങ്ങൾക്ക് റിപ്ലൈ തരും. ഇനി അഥവാ മറന്നു പോവുകയാണെങ്കിൽ ഒന്നുകൂടെ നിങ്ങൾ ഓർമ്മിപ്പിക്കണം. ചിലപ്പോൾ ഓപ്പൺ ചെയ്തിട്ട് പിന്നീട് കൊടുക്കുക എന്ന് വിചാരിച്ച് വെച്ചിട്ടുണ്ടാവും, പിന്നീട് അതങ്ങനെ മറന്നു പോകും. ഒരുപാട് പേര് ബന്ധപ്പെടുന്നതുകൊണ്ട് പിന്നീട് അങ്ങനെ മറന്നു പോകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാൻ യാതൊരു മടിയും കാണിക്കേണ്ട. ഇത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക. ട്രേഡിങ്ങിൻ്റെ ബാലപാഠങ്ങൾ സൈക്കോളജിക്കലായിട്ട് കുറേ കാര്യങ്ങളുണ്ട്. മറ്റൊന്ന് എമോഷണൽ കൺട്രോളാണ്.
ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ പരാജയപ്പെടും സ്റ്റോക്ക് മാർക്കറ്റിൽ. എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലെ ഒരു സഹോദരി ഇന്നലെ അവർ ഒരു 10-700 രൂപയോളം പ്രോഫിറ്റ് ഉണ്ടാക്കി. കുറച്ച് പേടിയാണ് അവർക്ക് ട്രേഡ് ചെയ്യാൻ. ഒരു 250, 300, 500 അങ്ങനെ ഒരു 3 ട്രേഡിൽ ഒരു 750 രൂപയോളം ഉണ്ടാക്കി. അവസാനം ഒരു ട്രേഡ് എടുത്തു. അത് എന്താ അവർക്ക് ഓഫീസ് ഡ്യൂട്ടി എന്തായിരുന്നാലും അത് സ്റ്റോപ്പ് ലോസ് വെക്കാൻ പറ്റായികയോ അല്ലെങ്കിൽ ടാർഗറ്റ് ബുക്ക് ചെയ്യാൻ പറ്റായികയോ എന്തോ സംഭവിച്ചു. ഇന്നലെ എന്നൊക്കെ പറഞ്ഞാൽ ഹ്യൂജ് പ്രോഫിറ്റാണ്. എല്ലാ രാവിലത്തെ ഒരു ട്രേഡ് ഒഴികെ ബാക്കി എല്ലാം ഇന്നലെ ഹൈ പ്രോഫിറ്റാണ്. എന്നിട്ടാണ് ഇത് സംഭവിച്ചത്. അവർ ഈ ഒരെണ്ണത്തിൽ 200 രൂപ ലോസായപ്പോൾ കിട്ടിയ 750 കൂടെ ഒരു 200 കൂടെ പോയപ്പോൾ അത് എങ്ങനെയെങ്കിലും തിരിച്ച് റിക്കവർ ചെയ്യണമെന്നുള്ളൊരു മൂഡ് വന്നു. അവിടെ ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ കഴിയാതെയായി. അവർ ഗ്രൂപ്പൊന്നും നോക്കാതെ സ്വന്തമായി ചെയ്തു. അവസാനം 1500 2000 രൂപയോളം ലോസിലേക്ക് വന്നു. പിന്നീട് രാത്രി കൊടുത്ത സിവിൽമാർക്ക് എടുക്കട്ടെ ചോദിച്ചു. ഞാൻ പറഞ്ഞു എടുക്കണ്ട, ഇനി ട്രേഡ് ചെയ്യണ്ട. നിങ്ങൾക്ക് ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ലേ, നിങ്ങൾ പിന്നെ ട്രേഡ് എടുക്കരുത്. പിന്നെ മിണ്ടാതിരിക്കുക, പോയ ഒരു ദിവസം പോട്ടെ. അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾക്ക് 10,000 രൂപ ക്യാപിറ്റലാണുള്ളത്. ഒരു ദിവസം നിങ്ങൾക്ക് 600 രൂപ, അതിൽ കൂടുതൽ ലോസിന് നിങ്ങൾ പിന്നെ ട്രേഡ് ചെയ്യരുത്. പ്രോഫിറ്റ് നിങ്ങൾക്ക് 1, 2, 3 ട്രേഡ്, നിങ്ങൾക്ക് പ്രോഫിറ്റ് ആണെങ്കിൽ ഒരു 750, 1000 രൂപ മാക്സിമം വെച്ചോളൂ. അതിന് മുകളിൽ കിട്ടിയാൽ ഓക്കെ, നല്ലത്. പക്ഷേ വീണ്ടും കിട്ടും എന്നുള്ള പ്രതീക്ഷയോടുകൂടി 1000 കിട്ടിയിട്ടും പിന്നെയും ഈ മാർക്കറ്റിൽ തന്നെ ഇരിക്കുന്നത് അത്ര ഉചിതമല്ല. നല്ലൊരു ട്രേഡർക്ക് ചേർന്നതല്ല അത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, നാളെ രാവിലെ ഇൻട്രാഡേ വീഡിയോയുമായി കാണുന്നതുവരെ നാളെ ഒരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.